മഞ്ജുവിനോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു. 3 ചോദ്യങ്ങളാണ്. മഞ്ജു പറഞ്ഞ സംഖ്യ പൂർണ്ണവർഗം ആകാനുള്ള സാധ്യത കാണുക, പൂർണ്ണഘനം ആകാനുള്ള സാധ്യത കാണുക, 11ന്റെ ഗുണിതമാകാനുള്ള സാധ്യത കാണുക. മഞ്ജുവിനോട് രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എഴുതാം. ആദ്യം രണ്ടക്ക സംഖ്യകളുടെ എണ്ണം. രണ്ടക്ക സംഖ്യകൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 10 എന്നാണ്, അവസാനിക്കുന്നത് 99. രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് 10 എന്ന്, അവസാനിക്കുന്നത് 99. അപ്പോൾ 10 മുതൽക്ക് 99 വരെ എത്ര ഉണ്ട്? 10 മുതൽക്ക് 99 വരെ എത്ര സംഖ്യ ഉണ്ടത് കാണണം? നമ്മൾ 99 10 കുറച്ചിട്ട് 1 കൂട്ടണം. 99 10 കുറച്ചാൽ 89, 1 90. അപ്പോൾ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 90 അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഓരോന്നിൻ്റെ എണ്ണം കാണാം. എന്താ? പൂർണ്ണവർഗ്ഗങ്ങളുടെ എണ്ണം. ഏത്? ഈ രണ്ടക്ക സംഖ്യയിൽ പൂർണ്ണവർഗ്ഗങ്ങൾ എന്തൊക്കെയുണ്ട്? പൂർണ്ണവർഗ്ഗം പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ. രണ്ടക്ക സംഖ്യയിൽ ഇപ്പോൾ 2 4 3 9, അത് ഒറ്റ സംഖ്യയാണ്. 3 9 4 4 16. അപ്പോൾ ഒന്നാമത്തെ എഴുതുകയാണ്. ഒന്നാമത്തെ പൂർണ്ണവർഗ്ഗങ്ങൾ എഴുതുകയാണ്. 4 4 16, 5 25, 6 6 36, 7 49, എന്നിട്ട് 64, 9 81, 10 10 100. അപ്പോൾ അത് 3 അക്ക സംഖ്യയായി. അതുപോലെ 16ന് മുമ്പ് 39, അത് 39 എന്ന് പറയുമ്പോൾ അത് ഒരക്കേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. ഇതിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 എണ്ണം. 6 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ഇതുപോലെ എഴുതുക. എന്താ? പൂർണ്ണഘനം. ഏതൊക്കെ പൂർണ്ണഘനം? 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8. അത് എടുക്കരുത്, കാരണം അവർക്ക് ഒറ്റക്കേ ഉള്ളൂ. 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125, 3 അക്കങ്ങളായി. അപ്പോൾ പൂർണ്ണഘനം ഈ 2 എണ്ണേ ഉള്ളൂ. പെർഫെക്റ്റ് ക്യൂബ്സ് എത്ര ഉണ്ട്? 2 എണ്ണം, 2 നമ്പേഴ്സ്. മൂന്നാമത്തെ എന്താ? 11ന്റെ ഗുണിതങ്ങൾ. 11ന്റെ ഗുണിതങ്ങൾ എഴുതുക. രണ്ടക്ക സംഖ്യകൾ. അപ്പോൾ 1 11 11, 2 11 22, 3 11 33, 4 11 44, 5 11 55, 6 11 66, 7 11 77, 8 11 88, 9 11 99, 10 11 110 കൂടി അല്ലേ? 3 അക്കായി. ഇതിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. ഇതിൽ 9 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് ഓരോ ഉത്തരങ്ങൾ കാണാം. ഒന്നാമത്തെ ഉത്തരം, പൂർണ്ണവർഗം ആകാനുള്ള സാധ്യത കാണാൻ പൂർണ്ണവർഗങ്ങൾ എത്ര ഉണ്ട്? പൂർണ്ണവർഗങ്ങൾ 6 ഉണ്ട്. അതിനെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുക. ആകെ എണ്ണം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്ര? 90. 6/90 നമുക്ക് 6 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 1 6 15 6 90. ഒന്നാമത്തെ ഉത്തരം കിട്ടി. രണ്ടാമത്തെ എന്താ? പൂർണ്ണഘനമാകാനുള്ള സാധ്യത. എന്ത് ചെയ്യുക? പൂർണ്ണഘനങ്ങൾ എത്ര ഉണ്ട്? പൂർണ്ണഘനങ്ങൾ 2 എണ്ണം. 2 ഇത് മാറ്റല്ല കേട്ടോ. അടിയിൽ ഛേദം എപ്പോഴും ആകെ ഉള്ളത് എഴുതുക. ആകെ നമ്മൾ എത്രയാണ്? 90. 2/90 2 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 1 2 2 45 2 90. രണ്ടാമത്തെ ഉത്തരം കിട്ടി. മൂന്നാമത്തെ ഉത്തരോ 11ന്റെ ഗുണിതങ്ങൾ. അത് എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട്. 9 ഛേദം ആകെ എത്ര? 90. 9 കൊണ്ട് പിടിച്ചെടുക്കാം. 1 9 9 9 90. നമുക്ക് 3 എണ്ണത്തിന് ഉത്തരം കിട്ടി. 1/15, 1/45, 1/10.